ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് സ്കിൻ നല്ല ക്ലിയർ ആയിട്ടിരിക്കണം, ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കണം. അതേപോലെ മുഖക്കുരു, കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷനൊക്കെ മാറി, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മഞ്ഞ് കാലമൊക്കെ ആകുമ്പോൾ സ്കിന്ന് ഡ്രൈ ആകുന്ന പ്രശ്നം ഉണ്ടാവും. ഡ്രൈ ആകുമ്പോഴുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര പരിപരുത്തിരിക്കും. അത് മാത്രമല്ല നമുക്ക് സ്കിന്നിൽ ചുളിവുകളൊക്കെ വരും. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഈ ഒരു വിൻ്റർ സീസണിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ക്രീം ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റ് തോന്നിയത്, അത് നല്ല ഗുണങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഐറ്റംസ്, അത് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്നിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റ് ജെല്ലാണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എൻ്റെ സ്കിന്നിലുള്ള വ്യത്യാസം എങ്ങനെയാണ്. അതേപോലെ ഒരുപാട് പേര് ഇതും പറയാറുണ്ട് കേട്ടോ, മേക്കപ്പാണ്, ഫിൽറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഫിൽറ്ററൊന്നും അല്ല, ഞാൻ ക്യാമറയിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അതുപോലെ ലെൻസ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ എൻ്റെ സ്കിന്നിലായിട്ട് വേറെ ഒരുപാട് ഫൗണ്ടേഷൻ, പുട്ടി കാര്യങ്ങളൊന്നും ഞാൻ തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയ രീതിയിൽ ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. എൻ്റെ സ്കിന്നിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതേപോലെ നെറ്റീൻ്റെ ഈ വശമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അൺഇവൻ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ തന്നെ പല ഭാഗത്ത് പല ഒരു കളർ ചേഞ്ചസ്, ഇപ്പം എന്താ പറയുക, ഒരു ഡൾനെസ്, ഒരു ഇരുണ്ടിരിക്കുന്ന പോലെ ചിലവർക്ക് ഉണ്ടാവും ചുണ്ടിന് ചുറ്റും. എനിക്ക് തോന്നിയേക്കുന്നത് തന്നെ ഇവിടെ ഈ ഒരു വശങ്ങളിലൊക്കെ ചെറുതായിട്ടുണ്ട്. അതേപോലെ നെറ്റിയിലാണ്. ഇപ്പം നെറ്റിയിലൊക്കെ ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ സൺ ടാൻ ഉണ്ടാവാതിരിക്കുകയാണ്, സൺസ്ക്രീൻ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, സിറംസ് യൂസ് ചെയ്യുന്നുണ്ട്, പിഗ്മെൻറ്റേഷനും ഈ പറഞ്ഞ പോലെ അൺഇവൻ ആയിട്ടുള്ള സ്കിന്നിൽ മാറാൻ വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് വന്നേക്കണം. നമ്മളിപ്പോൾ ഒന്നും ചെയ്യാണ്ട് വെറുതെ കയ്യും വീശിയെന്നറിയാം, അതൊക്കെ അങ്ങനെ പൊക്കോളും, അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ പ്രായമാകുമ്പോൾ അങ്ങനെ വരും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എന്താ പറയുക ഒന്നും കൂടി ഡാമേജായി ഏറ്റവും അവസാനം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം എൻ്റെ ഒരു പഴയ കോലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതേപോലെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിലുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വരെയുള്ള ഒരു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഏജ് കൂടിയല്ലേ വരുന്നത്. സാധാരണ നമ്മൾ ചെറുപ്പം പോകുമ്പോഴായിരിക്കും സ്കിന്നിലൊരു ഗ്ലോ കിട്ടുന്നത്. പക്ഷെ ആ ഒരു ടൈമിലില്ലാത്തൊരു ഗ്ലോ ഈ ഒരു ടൈമിൽ എങ്ങനെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ ആണ് കേട്ടോ. നല്ല രീതിയിൽ സ്കിന്നിനെ നമ്മൾ ഒരു കെയർ ചെയ്യുക. നമ്മൾ എന്താ പറയുക, ഇപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള DIYs യൂസ് ചെയ്യാം. നമ്മളെ വീട്ടിൽ ഹോം റെമഡീസ് ആയിട്ട് നമ്മൾ പണ്ടൊക്കെ ചെയ്യും, ഇപ്പോഴായിട്ട് പ്രായമാകുമ്പോഴേക്കും നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കും. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങൾ തരും കേട്ടോ. ശരിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും. എന്താ പറയുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ഒരു DIY കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊന്നും അല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നൈറ്റ് ജെൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കത് യൂസ് ചെയ്യാം, നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഞാനിത് എന്താ പറയുക അത്രയ്ക്ക് 100% നിങ്ങൾക്ക് എന്താ പറയുക ഒരു വാക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് അത് നോക്കാം. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ നൈറ്റ് ജെല്ലാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. എന്താ പറയുക, വേറെ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. രാത്രിയിൽ ഇപ്പോൾ നമ്മൾ കിടക്കുന്ന മുമ്പ് ഫേസ് നല്ല രീതിയിലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക. ഈ ഒരു ക്രീം മാത്രം തേക്കുക. സിറംസോ വേറെ ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്യേണ്ട. നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവും, നല്ല സ്മൂത്തും ക്ലിയർ ആവും സ്കിൻ കേട്ടോ. നമ്മൾ രാവിലേക്ക് എണീക്കുമ്പോൾ നമ്മുടെ ഫേസിൽ എന്താ പറയുക ആ ഒരു വ്യത്യാസം നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാനിത് റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സ് തന്നെ യൂസ് ചെയ്തിട്ടോ. അപ്പോൾ അവരെന്നെ പറയും, എന്തിപ്പോൾ രസവാ മോളെ, ഇപ്പോൾ സ്കിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ, നല്ല വ്യത്യാസം ഉണ്ടെന്നൊക്കെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വീണ്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എന്താ പറയുക ആമസോണിൽ നിന്ന് റീപർച്ചേസ് ചെയ്യുന്ന ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റിന്യൂഡ് ക്ലാരിറ്റി നൈറ്റ് ജെൽ കേട്ടോ. അപ്പോൾ ഇത് പ്ലമ്മിൻ്റെയാണ്. പ്ലം എന്നുള്ള ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക
100% വേഗൺ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, പാരബൻ, സിലിക്കോൺ അങ്ങനെയുള്ള എന്താ പറയുക കെമിക്കലായിട്ടുള്ള ഒരു ഐറ്റംസും ഒന്നും ചേർക്കാത്ത നമുക്ക് വിശ്വസിച്ച് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് പ്ലമ്മിൻ്റെത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണത് തന്നെയായിരിക്കും ഒരുവിധം എല്ലാ ഇപ്പോൾ ഒരു യൂട്യൂബിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം യൂട്യൂബേഴ്സും പ്ലമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതലും പ്ലമ്മിൻ്റെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ ഒരു നൈറ്റ് ജെല്ലാണ് എനിക്ക് പ്ലമ്മിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ക്രീമിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതിൻ്റെ ചെറിയ ഒരു മിനി പാക്കും ഉണ്ട്, ഞാൻ ഈ ഒരു പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിന് ഇത്തിരി പ്രൈസ് ഇതിൽ കാണിക്കുന്നുണ്ട്, ഇതിൽ എത്രയാണ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ്, ഇതിൻ്റെ പ്രൈസിൽ എഴുതിയിട്ടില്ല കേട്ടോ, സോറി. ഒരു 300 സംതിങ് ആണെന്ന് തോന്നുന്നുട്ടാ. അപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഓഫർ ടൈമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു ഓഫറിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ, പ്ലമ്മിൻ്റെ റിന്യൂഡ് എന്താണ് എൻ്റെ പേര് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റിന്യൂഡ് ക്ലാരിറ്റി നൈറ്റ് ജെൽ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടെയ്നർ വരുന്നത്. ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ്, താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോകും, പിന്നെ നമുക്ക് പണിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇത്തിരി കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ബോട്ടിലാണിത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ഇതേ കളറിലെ ഒരു ജെല്ല് രൂപത്തിലുള്ള ഒരു ക്രീമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ക്യാപ്പും കൂടി ഉണ്ടാവും, ഇതോടെ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഫേസിൽ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞില്ല ബ്ലഷും ലിപ്സ്റ്റിക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടേക്കൊണ്ട് മുഖത്തിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം. ശരിക്കും ഒരു ഗ്രീൻ ടീയുടെ സ്മെല്ല് തന്നെയാണ് ഇതിന് വരുന്നത്, കണ്ടില്ലേ? ഈ ഒരു കളറിലാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ ആണ്, അതുകൊണ്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. അന്ന് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നുണ്ട് സ്കിന്നിനെ കേട്ടോ. റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചേക്കുന്നത് കാണിച്ചു തരാം. ആമസോണിൽ ഞാൻ സെക്കൻഡ് വാങ്ങിച്ചേക്കുന്നത് ഒരു ലൂമി ക്രീമാണ്, ലാക്മയുടെ ലൂമി ക്രീം. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. ഇതൊരു മോയ്സ്ചറൈസറാണ് വിത്ത് ഹൈലൈറ്റർ, അതായത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുഖം നല്ല തിളക്കത്തോടെ ഇരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 299 രൂപയാണ്. ഞാൻ കോമ്പോയിൽ 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പാക്കേജിങ് ആണ്, അത് ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്രീം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു പിങ്ക് കളറിലെ ആണ് കേട്ടോ സംഭവം, ഭയങ്കരമായിട്ട് എന്താ പറയുക ഇതാ കണ്ടില്ലേ, ഇതൊരു പിങ്ക് കളറിലെ ഒരു ക്രീമാണ്. ചെറിയൊരു തിളക്കുണ്ട് ഒരു ക്രീമിന്, നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഇപ്പം നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. വന്നാൽ അതേപോലെ തന്നെ ഒരു തിളക്കം, ഒരു പിങ്കിഷ് ഗ്ലോ നമുക്ക് സ്കിന്നിൽ കിട്ടും. നാച്ചുറലായിട്ട് ഫീൽ ചെയ്ത് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതിന് ശേഷം നമ്മൾ വേറെ എന്താ പറയുക ഒരുപാട് മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നല്ലൊരു റോസ് കളറിലെ ഒരു ഗ്ലോ ഇല്ലേ, ആ ഒരു ഗ്ലോ കിട്ടും കേട്ടോ. നല്ല സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്യാവശ്യം എന്തായാലും കല്യാണ ഫംഗ്ഷൻ അവിടെ അങ്ങനെയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഡെയിലി ബേസിസിൽ ഇതിൽ യൂസ് ചെയ്യാറില്ല. ഡെയിലി ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യണം. അത്യാവശ്യം നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നമുക്ക് തിളക്കാൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം ഞാൻ വാങ്ങിച്ചത്. അടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ഫിക്സർ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ എന്നൊക്കെ പറയില്ല, അങ്ങനെ സംഭവമാണ്. അപ്പോൾ ഏറ്റവും ഇത്തിരി ലോവസ്റ്റ് പ്രൈസിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഞാൻ വാങ്ങിച്ചത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു 200 സംതിങ് ആട്ടോ പ്രൈസ് വരുന്നത്, 200 സംതിങ് ആണ്. ബാക്കി ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിനും 300, 400, 500 അങ്ങനെ റേറ്റ് കൂടി വരികയായിരുന്നു. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് വാങ്ങിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനീ പറഞ്ഞ പോലെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവാണ്, നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് നേരിച്ചോ, നമ്മൾ വേർത്ത് കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു മേക്കപ്പൊക്കെ നമ്മൾ ചിലപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മൾ ചെയ്ത ബ്ലഷൊക്കെ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കൈ കൊണ്ടൊക്കെ ആക്കുമ്പോൾ അതങ്ങോട്ട് മാഞ്ഞൊക്കെ പോകും. അപ്പോൾ അങ്ങനെ മാഞ്ഞൊന്നും പോവാതെ എന്താ പറയുക നമ്മുടെ മേക്കപ്പ് നമ്മൾ ചെയ്ത അതേപോലെ തന്നെ എത്രയോ മണിക്കൂർ വരെ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മേക്കപ്പ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോട്ടിൽ ഇരിക്കുന്നത്.
അപ്പോൾ ഇതിൽ 2 മെയിൻ കണ്ടന്റ് എന്നിട്ടുണ്ടെങ്കിൽ അലോവേറ അടങ്ങിയിട്ടുണ്ട്, അതേപോലെ വിത്ത് വൈറ്റമിൻ ഇയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെതായിട്ടുള്ള ഫിക്സിംഗ് ഗ്ലൂ, അതേപോലെ വാട്ടർ, പിന്നെ അങ്ങനെ കുറച്ച് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയണത്. ഇതൊരു 70 ml ഉണ്ട് കേട്ടോ, 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ മേക്കപ്പ് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യണേ മുന്നേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യട്ടെ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിച്ചേക്കണത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ. ഞാനിപ്പോൾ നിങ്ങൾ ജസ്റ്റ് കൈ കൊണ്ട് കാണിച്ചതേ ഉള്ളൂ. ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ നല്ല പെർഫെക്റ്റ് ആണ്, നമുക്ക് ഈ സംഭവം നല്ല രീതിയിൽ സെറ്റ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പം ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ മേക്കപ്പ് അങ്ങനെ തന്നെ നിന്നോളും. നമ്മൾ അത്യാവശ്യം കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ രാവിലെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ ആ ഒരു മേക്കപ്പ് ഒന്നും പറ്റാതെ അങ്ങനെ തന്നെ ഇരുന്നോളും. ജസ്റ്റ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നല്ലൊരു റിഫ്രഷിങ് ടോണറോ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ എന്താ പറയുക, നമുക്ക് ഒരു ഫ്രഷ് ഫീൽ ചെയ്യാനായിട്ട് റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇട നേരത്ത്. ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്കൊക്കെ കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ ഒരു 12 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇത്തിരി ഒരു ഡൾനെസ് ഫീൽ ചെയ്യില്ല. ആ സമയത്ത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് കാര്യം. നെക്സ്റ്റ് ആയിട്ട് അപ്പോൾ പരിചയപ്പെടുത്തില്ല. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഞാൻ വാങ്ങിച്ചത് ഒരു കാജലാണ്. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ആമസോണിൽ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു കാജലാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചത്. ഇത് 95 രൂപയാണ് എഴുതിയെങ്കിലും ഞാനൊരു 80 രൂപക്കാരനാണ് വാങ്ങിച്ചത്. ഇത് LITയുടെ കാജലാണ് കേട്ടോ. ഞാൻ LITയുടെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ട് ഈ ഒരു കാജൽ ഫസ്റ്റ് ടൈം വാങ്ങിച്ചതാണ്. ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം, ഇത് പൊട്ടിച്ചോട് പോലും ഇല്ല. അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു കാജൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ LITയുടെ നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്യാറുണ്ട്, നല്ലതാണ്. ഇതുവരെ ഐലൈനറോ കാജൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ്. പിന്നെ 80 രൂപക്കാട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു പെൻ ഐലൈനറാണ്. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ പെൻ ഐലൈനറാണ് ഞാൻ വാങ്ങിച്ചത്. പെൻ ഐലൈനറിന് ഭയങ്കര ഇത്തിരി റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തിരി അഫോർഡബിൾ പ്രൈസിൽ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നത് ഈ സാധനമാണ് തോന്നുന്നത്. അതായത് ഈ ബ്ലൂ ഹെവൻ്റെ ആണെന്ന് തോന്നുന്നത്. പിന്നെ നല്ല റിവ്യൂ ഞാൻ കണ്ടായിരുന്നു, ഒരുപാട് പേര് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു പേന പോലെ തന്നെയാണ് ഇരിക്കണേ, തുറന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതായത് ഒരു 24 മണിക്കൂർ വരെയൊക്കെ ലോങ് ലാസ്റ്റിംഗ് എന്നാണ് പറയണത്. സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ജസ്റ്റ് ഒരു സ്ട്രോക്ക് മതി. നല്ലൊരു ബ്ലാക്ക് നല്ലൊരു ഫിനിഷ് കിട്ടുന്നുണ്ട്. അതേപോലെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടിപ്പാണ് ഇതിൻ്റെ എന്നാണ് പറയണത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 രൂപയാണ് ഇതിൻ്റെ പാക്കേജിങ്ങിൽ കാണിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ അതിലും വിലക്കുറവിലാണ് വാങ്ങിച്ചതെന്നാണ് കേട്ടോ. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ആ ഒരു പെൻ ഐലൈനർ. ഒരു പേന പോലെ തന്നെയാണ്, കനമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൂടി ഇങ്ങനെ തുറക്കുക, കണ്ടില്ലേ, സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ കിട്ടിയപ്പോൾ തന്നെ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചാൽ കണ്ടില്ലേ, സംഭവം കൊള്ളാം. 170 രൂപക്ക് ഒരു അടിപൊളി പെൻ ഐലൈനർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു അലോവേറ ജെല്ല് വാങ്ങിച്ചു. ഇത്തിരി അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു അലോവേറ ജെൽ ഞാൻ അതിന് മുന്നേയുള്ള എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട്. കാരണം നമ്മൾ DIY ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അലോവേറ ജെല്ല് മസ്റ്റാണ്. ഇപ്പോൾ സ്കിന്നിനായിക്കോട്ടെ ഹെയറിനായിക്കോട്ടെ, നമ്മളെല്ലാ തരത്തിലും ഇപ്പോൾ നഖത്തിനാണെങ്കിലും നമ്മൾ ഒരുപാട് ഈ ക്യൂടെക്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏറ്റവും അവസാനം നമ്മുടെ തൂത്തും ഇട്ട് കഴിയുമ്പോഴേക്കും ഈ നഖത്തിലൊക്കെ ഒരു മഞ്ഞ കളറിൽ അല്ലെങ്കിൽ നഖങ്ങളൊക്കെ ഭയങ്കര ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ അലോവേറ ജെല്ല് ജസ്റ്റ് നമ്മൾ നഖത്തിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റബ്ബ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ പക്ഷേ നെയിൽ പോളിഷ് ഒരു മാസം ഒരു പ്രാവശ്യമൊക്കെ ഇടുള്ളൂ. ഞാനങ്ങനെ നെയിൽ പോളിഷ് അങ്ങനെ എപ്പോഴും ഇടുന്ന ഒരാളൊന്നുമല്ല. പിന്നെ വീട്ടിലെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം അടർന്ന് പോകും. പിന്നെ എനിക്ക് മടിയാണ് തൂത്ത് കളയാൻ, തന്നെ അടർന്ന് പോകുന്ന രീതിയിൽ ആണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിപ്പോൾ കുറച്ചായത് ഒരാഴ്ച 2 ആഴ്ചത്തോളം ആയി നെയിൽ പോളിഷ് ഇട്ടിട്ട്. ഇതൊക്കെ പോയി വരികയാണ്. ഇത് മായ്ക്കാനുള്ളൊരു നേരമൊന്നും എനിക്ക് കിട്ടാറില്ല. ഞാനൊരു ഹൗസ് വൈഫാണ്, ഒരു മോളുണ്ട്. അപ്പോൾ അവൾക്ക് ഇതേപോലെ സ്കോളർഷിപ്പിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവളെ പഠിപ്പിക്കണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും ഫാമിലിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്യാൻ ഫാമിലി കാര്യങ്ങൾ ഏറ്റവും ആദ്യം നോക്കിയിട്ടേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക ഞാൻ മാക്സിമം
ഫാമിലി ടൈമാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന് അത് നെയിൽ പോളിഷ് തുടക്കാനോ രണ്ടാമത് അടിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് ഭയങ്കര മടിയുമാണ്, ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നെയിൽ പോളിഷ് ഒന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. എൻ്റെ ഉള്ളത് തന്നെ തീർന്നിട്ടില്ല. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതേപോലെ കോമ്പോല് 250 രൂപക്ക് 15 10 ഒക്കെ കിട്ടുന്ന രീതിയിലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ വാങ്ങിച്ചതാണ്, അതുപോലും ഞാൻ ഇടാറില്ല. അതുകൊണ്ട് ഞാൻ നെയിൽ പോളിഷ് വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. അതായത് പെൻ ഐലൈനർ 170 രൂപയാണ്. എനിക്ക് തോന്നുന്നു ഇതിനോട് പ്രൈസ് കുറവായിരിക്കും ഞാൻ വാങ്ങിക്കും കേട്ടോ. അതായത് പാക്കേജിങ് പ്രൈസാണ് 170. ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് പോപ്ക്സോ എന്നുള്ള ഒരു നമ്മുടെ മൈഗ്ലാമിൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യാവേ. അപ്പോൾ ഇതെന്നിട്ടുണ്ടെങ്കിൽ 3 ലിപ് ഗ്ലോസ് വരുന്നുണ്ട്. ഇതിന് പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3 കൂടി 399 രൂപയാണ് പാക്കേജിങ് പ്രൈസ്. പക്ഷെ നമുക്ക് നല്ല ഓഫറിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത്, പോപ്ക്സോ ലിപ് ഗ്ലോസ് കിറ്റ് ഗ്ലേസ് കേട്ടോ. ഇത് എന്താ പറയുക, നല്ല അടിപൊളി 3 കളേഴ്സൊക്കെ വരുന്നുണ്ട്. ക്യാരമല്, ഫ്രോസ്റ്റിങ്, ഷോർട്ട് കേക്ക്. ഇതാണ് 3 കളേഴ്സിൽ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഞാനിത് തുറന്നു നോക്കിയിട്ടില്ല, വാങ്ങിച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല. തുറക്കട്ടെ. ഇതാ ഇത് 3 കളേഴ്സാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. നല്ല കളേഴ്സ് അല്ലേ. അപ്പം ഇത് 3 വാങ്ങിച്ചത്. അപ്പം ഇതിൻ്റെ ഓരോ കളേഴ്സും സംഭവങ്ങളും കാണിച്ചു തരാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ഇത്. കയ്യിൽ വരച്ചിട്ട് അത്ര നന്നായിട്ട് അറിയില്ല, ചുണ്ടിൽ തന്നെ ഇടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഈ ഒരു പിങ്ക് കളർ ഞാനിപ്പോൾ ഒരു മാറ്റ് ലിപ്സ്റ്റിക്ക് ആണ് ഇട്ടേക്കണം. അപ്പം ഇതിൻ്റെ പുറത്തൂടെ ഞാൻ ഈ ഒരു ലിപ് ഗ്ലോസ് ഇടുകയാണ്. ഏകദേശം ഇതുമായിട്ട് ചേരുന്ന കളറാണെന്ന് തോന്നുന്നത്. ബാക്കി ഒരെണ്ണം ഒരു ന്യൂഡും പിന്നെ ഒരെണ്ണം ഒരു സിൽവർ കളർ പോലത്തെയാണ് ലിപ് ഗ്ലോസ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ ആ കോൾഡ് ക്രീം ഇട്ടില്ലേ മമ്മായത്തിൻ്റെ, അത് ഇട്ട കാരണം തുറക്കാൻ പറ്റുന്നില്ല. കൈ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ലിപ്പാകുന്നു. ഉണ്ട് കൊള്ളാല്ലേ. അപ്പോൾ എനിക്ക് വാട്സപ്പിലൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്, മൊബൈലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇത് കൊള്ളാൻ എനിക്ക് തോന്നുന്നത്, കാരണം നല്ലൊരു ഗ്ലോസി ഫിനിഷ് ഉണ്ടല്ലോ, ചുണ്ടൊക്കെ ഒരു തിളക്കില്ലേ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഐറ്റംസ്, അതായത് ഈ 3 ലിപ് ഗ്ലോസിനും കൂടി 399 രൂപയാണ് പാക്കേജിങ് പ്രൈസ്. ചിലപ്പോൾ അതിലും കുറവായിരിക്കും നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിൽ കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ ഉള്ളൂ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മസ്റ്റ് ബൈ ആയിട്ടുള്ളത് നമ്മുടെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റിന്യൂഡ് നൈറ്റ് ജെല്ലാണ്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.